അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ RPF കോൺസ്റ്റബിൾ പരീക്ഷയുടെ കുറച്ച് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം സമയം ഒട്ടും കളയേണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, ഇതാണ് ആദ്യത്തെ ചോദ്യം. എ ഷോപ്പ് കീപ്പർ സെൽസ് എ ക്രിക്കറ്റ് ബാറ്റ് ഹൂസ് മാർക്ക്ഡ് പ്രൈസ് ഇസ് 30 at a discount of 15% and gives a ball costing 1.5 rupees free with each bat. Even then he makes a profit of 20%. The cost price per bat is. അതായത് ചോദ്യം ഇതാണ്. ഒരു കച്ചവടക്കാരൻ ഒരു ബാറ്റ് വിൽക്കുന്നു, ഒരു ക്രിക്കറ്റ് ബാറ്റ് വിൽക്കുന്നു. അതിൻ്റെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ബാറ്റിൻ്റെ പുറത്ത് എഴുതി വെച്ചേക്കുന്ന വില, ഓർ യു ക്യാൻ സേ ദിസ് ഇസ് MRP. ഈ MRP എന്ന് പറയുന്നത് 30 രൂപയാണ്. എന്നിട്ട് അയാൾ അതിന് 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ബാറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും മക്കളെ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 100 രൂപയുടെ സാധനത്തിന് 15 രൂപ കുറച്ച് കൊടുത്താൽ മതി, അതായത് 85 രൂപയ്ക്ക് നമുക്ക് ആ സാധനം കിട്ടുമെന്നാണ്. സോ ഈ ബാറ്റ് ഇയാൾ വിൽക്കുന്നത് 30ൻ്റെ 85% പ്രൈസിനായിരിക്കത്തില്ലേ? ആയിരിക്കും. അപ്പോൾ നമുക്കത് എത്ര നോക്കാം. 30ൻ്റെ 85% പ്രൈസ്. സോ 30ൻ്റെ 85% നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ 0യും 0യൊക്കെ നമുക്ക് വെട്ടിക്കളയാം. 17 2 അല്ലേ? അപ്പോൾ നമുക്ക് 25.5 കിട്ടും. അതായത് ഈ 30ൻ്റെ 85% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25.5. ഇനി അയാൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ കൂടെ എന്തുകൂടെ കൊടുക്കുകയാണ്? ഒരു ആൻഡ് ഗീവ്സ് എ ബോൾ കോസ്റ്റിംഗ് 1.5. ഇപ്പോൾ 1.5ൻ്റെ ഒരു ബോളും കൂടെ അയാൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടെ നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 എന്ന് കിട്ടും. അപ്പോൾ 24 രൂപയാണ് ഇയാളുടെ സെല്ലിംഗ് പ്രൈസ്. ഏതിൻ്റെ? ഈ ബാറ്റിൻ്റെ മാത്രം സെല്ലിംഗ് പ്രൈസ് 24 രൂപ. 30 മാർക്ക്ഡ് പ്രൈസ് ഇട്ടു, അതിൽ നിന്ന് 85%, അതിന് 15% ഡിസ്കൗണ്ടിലാണ് അയാൾ കൊടുക്കുന്നത്. അപ്പോൾ 25.5 രൂപ കസ്റ്റമർ കൊടുത്താൽ മതി. അപ്പോൾ ആ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 1.5 രൂപ വിലയുള്ള ഒരു ബോളും കൂടെ കൊടുക്കുന്നു. അപ്പോൾ 1.5 ബോളിൻ്റെ വില അങ്ങ് മാറ്റി നിർത്തി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ബാറ്റിൻ്റെ മാത്രം സെല്ലിംഗ് പ്രൈസ് 24 രൂപയാണ്. അങ്ങനെ വിറ്റ് കഴിഞ്ഞപ്പോൾ പോലും അയാൾക്ക് 20% ലാഭമുണ്ട്. എന്താണ് ഈ 20% ലാഭം എന്ന് പറഞ്ഞാൽ? 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ പ്രോഫിറ്റ് 20% ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 120% ആയിരിക്കും. സോ ആ 120% ആയിരിക്കും 24 അല്ലേ? അപ്പോൾ അയാൾക്ക് 20% ലാഭം ഉൾപ്പെടെ അയാൾക്ക് കിട്ടുന്നുണ്ട്. അതായത് 120% ആയിരിക്കും 24 എന്ന് പറയുന്നത്. കണ്ടുപിടിക്കേണ്ടത് എന്താ? കോസ്റ്റ് പ്രൈസ് എത്ര? 100%. സോ 120% എന്ന് പറയുന്നത് 24 ആണെങ്കിൽ 1% എങ്ങനെ കണ്ടുപിടിക്കും? 120 മുട്ടായിക്ക് 24 രൂപയുടെ ഒരു മുട്ടായിയുടെ വില എങ്ങനെ കണ്ടുപിടിക്കും? 24/120. അപ്പോൾ 1% കിട്ടി. നമുക്ക് വേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസിന് നമ്മൾ എത്രയായിട്ട് എടുത്തിരിക്കുന്നത്? 100% എടുത്തിരിക്കുന്നത്. സോ 100% എന്ന് പറയുമ്പോൾ 1% കിട്ടിയത് 24/120 അതിനെ എത്ര കൊണ്ട് ഗുണിക്കുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 രൂപ എന്ന് കിട്ടും. സോ ആൻസർ എത്രയാണ്? 20 രൂപ, 20 rupees. ശരിയാണോ? നമുക്ക് നോക്കാം. യെസ്, 20 രൂപ. അപ്പം 20 രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് കുറച്ചുകൂടെ ക്ലിയർ ആവാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് അത്ര പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ. സോ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ. സോ രണ്ടാമത്തെ ചോദ്യം. Deepak's salary is 20% more than Raju's salary. If Deepak saves rupees 18,000 ആണ്, 7 അല്ല കേട്ടോ, അത് ആ റുപ്പീസിൻ്റെ സൈൻ വന്നപ്പം ഇതായിപ്പോയതാണ്. 18,000 ഉള്ളൂ കേട്ടോ. Deepak saves rupees 18,000 which is 48% of his salary. Then what is Raju's salary? ഓക്കെ. സോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ദീപക്കിൻ്റെ സാലറി. സോ ഇതാണ് ദീപക്, അടുത്ത ആളാണ് രാജു. ഓക്കെ. So Deepak's salary is 20% more than Raju's salary. So രാജുവിൻ്റെ സാലറിയേക്കാൾ 20% കൂടുതലാണ് ആരുടെ സാലറി? ദീപക്കിൻ്റെ സാലറി. സോ രാജുവിൻ്റെ സാലറിയെ ഞാൻ 100 ആയിട്ട് എടുത്താൽ ദീപക്കിൻ്റെ സാലറി എത്ര ആയിരിക്കും? 120. 100% എടുത്താൽ ഇത് എത്രയായിരിക്കും? 120% ആയിരിക്കും. 120% ആയിരിക്കും. ഓക്കെ. അപ്പോൾ രാജുവിൻ്റെ സാലറി 100 ആയിട്ട് എടുത്താൽ ദീപക്കിൻ്റെ സാലറി എത്രയായിരിക്കും?
120% ആയിരിക്കും. ഇനി എന്താ പറയുന്നത്, ഈ ദീപക് സേവ്സ് 18,000 rupees. ദീപക് 18,000 രൂപ സേവ് ചെയ്യുന്നുണ്ട്. അത് അയാളുടെ സാലറിയുടെ 48%. സോ ദീപക്കിൻ്റെ സാലറിയുടെ 48% എന്ന് പറയുന്നതാണ് അയാളുടെ സേവിങ്സ്, അതായത് 18,000 രൂപ. അപ്പോൾ നമുക്ക് ദീപക്കിൻ്റെ സാലറി കണ്ടുപിടിക്കാം. 48% 18,000 ആണെന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോലെ 1% കണ്ടുപിടിക്കും. 1% എങ്ങനെ? 18,000 ഡിവൈഡഡ് ബൈ 48 അല്ലേ? 6 3 പ്രാവശ്യമാകുമ്പോൾ 18, 6 8 പ്രാവശ്യമാകുമ്പോൾ എത്ര കിട്ടും? 48 അല്ലേ? 8 × 6 48, 6 × 8 48, 6 × 3 അപ്പോൾ 3000 ഡിവൈഡഡ് ബൈ 8 അല്ലേ? 3000 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സോറി, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് അതിനെ ഇപ്പോൾ ഇങ്ങനെ തന്നെ എഴുതാം. 3000 ഡിവൈഡഡ് ബൈ 8 എന്ന് തന്നെ എഴുതാം. നമുക്ക് അപ്പുറത്ത് കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3000 ഡിവൈഡഡ് ബൈ 8. ഇനി എന്താ? 1% കിട്ടി. നമുക്കിനി വേണ്ട എത്ര? 100% കണ്ടുപിടിക്കുമ്പോൾ ദീപക്കിൻ്റെ സാലറി ആവും. 100% കണ്ടുപിടിക്കുമ്പോൾ ദീപക്കിൻ്റെ സാലറി ആവും. അതായത് 3000 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 100 അല്ലേ? അത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 4 കൊണ്ട് വെട്ടാമല്ലോ. ഇവിടെ എത്ര കിട്ടും? 4 ഇവിടെ 2 പ്രാവശ്യം, ഇവിടെ എത്ര കിട്ടും? 4 25 പ്രാവശ്യം. സോ ഇത് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1500. 1500 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ എത്രയാണ്? 375. അപ്പം അതിൻ്റെ അപ്പുറത്തൊരു 2 പൂജ്യം കൂടെ കൊടുത്താൽ മതി. 37,500 ആയിരിക്കും ആരുടെ സാലറി? ദീപക്കിൻ്റെ സാലറി. സോ ദീപക്കിൻ്റെ സാലറി എത്ര? 37,500 അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, ഈ ദീപക്കും രാജുവും തമ്മിലുള്ള പെർസെൻറ്റേജിൻ്റെ കാര്യം നമുക്കറിയാം. 120 100 നമുക്ക് അതിനെ റേഷ്യോ ആക്കുമ്പോൾ എങ്ങനെ എഴുതാം? 6:5 എന്ന് എടുത്തൂടെ? അതായത് 12:10 ആവും. 0 കട്ട് ചെയ്ത് കളയും. അതായത് 2-നും 10 കൊണ്ട് ആയിരിക്കുമ്പോൾ 12ൻ്റെ പകുതി 6, 10ൻ്റെ പകുതി 5. സോ അവരുടെ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 6:5 എന്ന് എഴുതാം. അതിലിപ്പോൾ ദീപക്കിൻ്റെ നമുക്ക് കിട്ടി എത്ര? 6 എന്ന് പറയുന്നത് എത്രയാണ്? 37,500 ആണ്. 6 37,500 ആണെങ്കിൽ 1 എത്ര ആയിരിക്കും? 37,500 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 1 കിട്ടി. നമുക്ക് വേണ്ടത് ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ആരുടെയാണ്? രാജുവിൻ്റെ സാലറി. അപ്പോൾ 1 എത്ര കിട്ടി? 6 37,500 ആണ്. സോ 1 കണ്ടുപിടിച്ചപ്പോൾ 37,500 ബൈ 6 കിട്ടി. അപ്പോൾ ദീപക്കിൻ്റെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദീപക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ 5 ആണ്. 5 കൊണ്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 31,250 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ 31,250 എന്ന് ആൻസർ കിട്ടും. സോ അതാണ് ക്വസ്റ്റ്യൻ 2ൻ്റെ ആൻസർ. ശരിയാണോ? യെസ്, 31,250. ഓക്കെ. സോ ഇവിടെ ഇതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഇത് 77,18,000 അല്ല, റുപ്പീസ് എന്നുള്ളതിൻ്റെ ആ സൈൻ നമ്മളിങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ആ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. സോ 18,000 രൂപയാണ്. സോ ആൻസർ എത്ര കിട്ടും നമുക്ക്? 31,250. അടുത്ത ചോദ്യം നോക്കാം. എ മാൻ സ്പെൻസ് 72% ഓഫ് ഹിസ് സാലറി ആൻഡ് സേവ്സ് ₹5,740 പെർ മന്ത്. വാട്ട് ഈസ് 10% ഓഫ് ഹിസ് ആനുവൽ സാലറി എന്നാണ് ചോദ്യം. സോ 5,740 രൂപ ഒരു മാസം അയാൾ സേവ് ചെയ്യുന്നുണ്ട്. അയാളുടെ എക്സ്പെൻഡിച്ചർ, സോ അയാളുടെ ഇൻകം നമുക്കറിയാമോ? വരുമാനം അറിയാമോ? ഇല്ല. സോ ഇൻകം ഞാൻ 100% ആയിട്ട് എടുത്താൽ അയാളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എക്സ്പെൻസ് എത്രയാണ്? 72%. സോ അയാളുടെ സേവിങ്സ് എത്ര? 100 രൂപ കിട്ടി, 72 രൂപ ചിലവാക്കി, 28% അയാളുടെ സേവിങ്സ് ആണ്. അത് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 5,740 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 28% 5,740 ആണെങ്കിൽ അയാളുടെ മന്ത്ലി ഇൻകം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? മന്ത്ലി ഇൻകം കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 10% ഓഫ് ഹിസ് ആനുവൽ സാലറി. ഓക്കെ, നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് 100% അയാളുടെ ടോട്ടൽ ഇൻകം അങ്ങ് കണ്ടുപിടിക്കാം അല്ലേ? അയാളുടെ ടോട്ടൽ ഇൻകം ഇങ്ങ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 5,740 ഡിവൈഡഡ് ബൈ 28%. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 1% കിട്ടും. നമുക്ക് 100% കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 100 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 100 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ ഒരു മാസത്തെ സാലറി കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 20,500 രൂപ എന്ന് കിട്ടും. ഈ 20,500 രൂപ അയാളുടെ മന്ത്ലി ഇൻകമാണ്, അയാളുടെ മാസ വരുമാനമാണ്, മന്ത്ലി ഇൻകമാണ്. നമുക്ക് വേണ്ട എന്താ?
ആനുവൽ സേവിങ്സിൻ്റെ 10% ആണ്. അപ്പോൾ ആനുവൽ സേവിങ്സ് എന്ന് പറഞ്ഞാൽ എത്ര? ഒരു മാസം 20,500 രൂപ. സോറി, ആനുവൽ ഇൻകത്തിൻ്റെ 10% നമുക്ക് വേണം. ആനുവൽ സേവിങ്സിൻ്റെ അല്ല, ആനുവൽ ഇൻകത്തിൻ്റെ 10%. ഒരു മാസം 20,500 രൂപ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾക്ക് വരുമാനമുണ്ട്. അപ്പോൾ 20,500 രൂപ ഒരു മാസം കിട്ടുന്ന ആളിന് ഒരു വർഷം എത്ര ആയിരിക്കും? ഇൻറ്റു 12 ആയിരിക്കും. പക്ഷേ നമുക്കത് മൊത്തം വേണ്ട, അതിൻ്റെ 10% മതി. സോ ഇൻറ്റു 10%. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി, ഈ മന്ത്ലി ഇൻകത്തിൻ്റെ 10% എടുക്കുക, 2,050. അതേ ഇൻറ്റു എത്ര? 12. ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 മാസമല്ല, അങ്ങനെ ചെയ്താലും മതി. സോ ഏത് രീതി വേണേലും ചെയ്യാം. സോ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2,050 ഇൻറ്റു 12 വരും. 2,050 ഇൻറ്റു 12 എന്ന് പറയുമ്പം 24,600. 24,600 ശരിയാണോ? യെസ്, 24,600. സോ അടുത്ത ചോദ്യം ഇതാണ്. പുനീത് alone can complete a work in 30 days and Sumit alone can complete the same work in half the time taken by Puneet. In how many days will both of them together complete half of the total work or 1/2 of the total work എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. സോ പുനീത് alone can complete a work in 30 days. സോ ഈ പുനീതിന് 30 ദിവസം വേണം. പിന്നെ അടുത്ത ആളാരാണ്? സുമിത്. സുമിത്തിന് എത്ര ദിവസം വേണം? പുനീതിൻ്റെ പകുതി ദിവസം മതി എന്നാണ് പറഞ്ഞത് അല്ലേ? സുമിത് alone can complete the same work in 15 days. സോ പകുതി ദിവസം മതി അല്ലേ? ഇപ്പോൾ രണ്ടുപേരുടെ സമയം മാത്രം തന്നു കഴിഞ്ഞാൽ അല്ലേ, എ ഒരു ജോലി എ ദിവസം കൊണ്ട് ചെയ്യുന്നു, ബി ഒരു ജോലി ബി ദിവസം കൊണ്ടും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എയും ബിയും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ AB/A+B. ഈ ഒരു ഷോർട്ട് കട്ട് നമ്മൾ ടൈം ആൻഡ് വർക്കിലൊക്കെ പഠിക്കുന്നതാണ്. സോ 30 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 30 + 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 45. പക്ഷേ ഇവിടെ ഈ മൊത്തം ജോലിക്കാണ് ഇത്രയും സമയം വേണ്ടി. ഇവിടെ ഇപ്പോൾ മൊത്തം ജോലി ചെയ്യേണ്ട, അതിൻ്റെ പകുതി ചെയ്താൽ മതി. സോ 1/2 അല്ലേ? അപ്പോൾ അതാണ്ട് ഈ 2ഉം ഈ 30 കൂടെ പോയിട്ട് എത്ര കിട്ടും? 15 അല്ലേ? പിന്നെ നോക്കിക്കേ, ഈ 15നെ 45 കൊണ്ട് കിട്ടുമ്പോൾ എത്ര? 3 പ്രാവശ്യം. പിന്നെ മുകളിൽ 15ഉം താഴെ 3ഉം മാത്രമേ ഉള്ളൂ. 15/3 5 ദിവസം, 5 days. സോ ആൻസർ എത്ര കിട്ടും? 5 days എന്ന് കിട്ടും. ഇനി അതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡിലും ചെയ്യാം. നമ്മുടെ ടൈം ആൻഡ് വർക്കിലെ മെത്തേഡിലും ചെയ്യാം. അതായത് നമ്മൾ LCM ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്ന മെത്തേഡില്ലേ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമുക്ക് പുനീതിന് 30 എന്നും സുമിത്തിന് 15 എന്നും കിട്ടി. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും കൂടെ LCM എടുക്കുക. 30ൻ്റെയും 15ൻ്റെയും LCM എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 30 തന്നെ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വർക്ക് ഇനി ഇവരുടെ ഓരോരുത്തരുടെയും എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. 30/30 1, 30/15 2. സോ രണ്ടുപേരും കൂടെ ജോലി ചെയ്യുന്നു. രണ്ടുപേരും കൂടെ ജോലി ചെയ്യുന്ന എന്താണ് ചോദ്യം? ഹൗ മെനി ഡേയ്സ് വിൽ ബോത്ത് ഓഫ് ദം കംപ്ലീറ്റ് ഹാഫ് ഓഫ് ദ വർക്ക്? ഹാഫ് ഓഫ് ദ വർക്ക് എന്നാണ് പറയുക. അപ്പോൾ ടോട്ടൽ വർക്ക് മൊത്തം ചെയ്യണ്ട, 30 ടോട്ടൽ വർക്ക്. സോ പകുതി ചെയ്താൽ മതി, 15 ചെയ്താൽ മതി. ഓക്കെ. സോ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 15 ചെയ്യേണ്ടത്, മൊത്തം ചെയ്യേണ്ട, പകുതി ചെയ്താൽ മതി. 15 ഡിവൈഡ് ബൈ പിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ പുനീതിൻ്റെ എഫിഷ്യൻസി 1ഉം സുമിത്തിൻ്റേത് 2. സോ 15 ഡിവൈഡഡ് ബൈ 3, അവിടെ നമുക്ക് 5 ദിവസം ഒന്ന് ചെയ്യും. സോ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. AB/A+B വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതല്ല മറ്റേ മെത്തേഡിലും ചെയ്യാം. ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂൾ ഓഫ് ഫ്ലിപ്പോ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിച്ച് ചെയ്യാം. ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ. സോ അടുത്തത് 3 taps A, B, C can fill a tank in 10, 18 and 6 hours respectively if A is open all the time and B and C are open for 1 hour each alternatively. Starting with B, the tank will be full in. അതായത് നമുക്ക് 3 പൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ശ്രദ്ധിച്ചിരിക്കണേ, ഇച്ചിരി ആലോചിക്കേണ്ട ചോദ്യമാണ്. A, B, C. ഓരോരുത്തരുടെ സമയം പറഞ്ഞിട്ടുണ്ട്. എയ്ക്ക് 10 മണിക്കൂർ, ബിക്ക് 18 മണിക്കൂർ, സിക്ക് 6 മണിക്കൂർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ടൈമുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു LCM ഓഫ് 10, 18, 6. എത്ര കിട്ടും? 90. 90ന്, അതായത് ഇവരെ എല്ലാവരെയും കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ, അതാണ് LCM എന്ന് പറയുമ്പോൾ 90 കിട്ടും.
നമ്മൾ എന്ത് ചെയ്യുന്നു? എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താ? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. 90/10, 90/18, 90/6. ഓക്കെ, 90/10 9, 90/18 5, 90/6 15 അല്ലേ? യെസ്. അപ്പം ഇത്രയും നമുക്ക് കിട്ടി. ഇനി എന്താണ്? ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ചോദ്യത്തിൽ പറയുന്നത് എന്താ? എ ഈസ് ഓപ്പൺ ഓൾ ദ ടൈം. അതായത് എല്ലാ മണിക്കൂറിലും എപ്പോഴും എ ഓപ്പൺ ആണ്. ബി ആൻഡ് സി ആർ ഓപ്പൺ ഫോർ 1 hour ഈച്ച് ഓൾട്ടർനേറ്റീവ്ലി. അതായത് ഇപ്പോൾ ഒന്നാമത്തെ മണിക്കൂർ ഈ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് 3 നമ്മൾ ഓൺ ചെയ്താൽ 1 മണിക്കൂർ കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എ എന്തായാലും ഉണ്ടാവും. എയുടെ കൂടെ ആരായിരിക്കും ഉണ്ടാവുക? ബി, ഒന്നുകിൽ ബി അല്ലെങ്കിൽ സി, രണ്ടും കൂടെ കാണത്തില്ല. അതായത് എയുടെ കൂടെ ബിയും സി 3 പൈപ്പും കൂടെ ഒന്നിച്ച് ഓൺ ചെയ്യത്തില്ല. എ എപ്പോഴും ഉണ്ടാവും. ആദ്യത്തെ മണിക്കൂറിൽ ബി ഉണ്ടാവും. ബി ഉണ്ടെങ്കിൽ സി ഉണ്ടാവത്തില്ല, സി ഉണ്ടെങ്കിൽ ബി ഉണ്ടാവത്തില്ല. അതായത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ബിയും, ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ എന്ന് നമ്മൾ പറയുന്ന പോലെ. ഇവിടെ ഇപ്പോൾ ദിവസക്കണക്കല്ല, മണിക്കൂർ കണക്കാണ്. എങ്കിലും 1 3 5 7 എന്ന് പറയുമ്പോഴെല്ലാം ആ സമയങ്ങളിലെല്ലാം ബിയും, 2 4 6 8 മണിക്കൂറുകളിലെല്ലാം ആരുമായിരിക്കും? സിയും ആയിരിക്കും. കാരണം സ്റ്റാർട്ടിങ് വിത്ത് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം 9ഉം ബിയും, അതായത് എയുടെ എഫിഷ്യൻസി ആയ 9ഉം ബിയുടെ എഫിഷ്യൻസി ആയ 5ഉം കൂടി എത്ര യൂണിറ്റ് വർക്ക്? 14 യൂണിറ്റ് വർക്ക്. രണ്ടാമത്തെ മണിക്കൂറിൽ എയുടെ കൂടെ ആരേ കാണത്തുള്ളൂ? സിയെ കാണത്തുള്ളൂ. ഓൾട്ടർനേറ്റ് ആണ്. ബി ഉണ്ടെങ്കിൽ സി കാണത്തില്ല, സി ഉണ്ടെങ്കിൽ ബി കാണത്തില്ല. സോ എയും ബിയും ആദ്യത്തെ മണിക്കൂറിൽ, എയും സിയും രണ്ടാമത്തെ മണി. സോ എ പ്ലസ് ബി, എ പ്ലസ് സി, എ പ്ലസ് ബി, എ പ്ലസ് സി, എ പ്ലസ് ബി, എ പ്ലസ് സി, ഇങ്ങനെ ആയിരിക്കും വർക്ക് മുന്നോട്ട് പോവുക. ഓക്കെ, സോ 9ൻ്റെ കൂടെ 15. സോ എത്രയാണ്? 24. അപ്പം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എയും ബിയും എയും സിയും, എയും ബിയും എയും സിയും, എയും ബിയും എയും സിയും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ 2 മണിക്കൂർ കഴിഞ്ഞപ്പം എത്രയായി? 38 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. സോ ഓരോ 2 മണിക്കൂറിലും 38 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ്. അതായത് 90 ലിറ്റർ നിറയ്ക്കണമെന്ന് വിചാരിക്കുക. 38 ലിറ്റർ 2 മണിക്കൂർ കൊണ്ട് നിറച്ചു. ഓക്കെ, സോ 2 മണിക്കൂർ കൊണ്ട് 38. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 4 മണിക്കൂർ കൊണ്ട് എത്ര ആയിരിക്കും? അതായത് 90-ന് 38ൻ്റെ ഒരു മൾട്ടിപ്പിളൂടെ അല്ലേ വരത്തുള്ളൂ. 38 × 3 വരത്തില്ലല്ലോ. അപ്പോൾ 38 × 2 76. അപ്പോൾ 4 മണിക്കൂർ കൊണ്ട് 76 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് എത്ര ഉണ്ട്? ബാലൻസ് വർക്ക് എത്ര? 90 മൈനസ് 76 എത്ര ഉണ്ട്? 14. അത് ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ടും എത്രാമത്തെ മണിക്കൂറിലേക്ക് പോകും? 4 മണിക്കൂർ കംപ്ലീറ്റ് ആയി. 5ാമത്തെ മണിക്കൂർ. 5 എന്ന് പറയുമ്പോൾ ഏതാണ്? 1 3 5 7 വരുമ്പോഴെല്ലാം 14 ആയിരിക്കും. 2 4 6 8 വരുമ്പോഴെല്ലാം 24 ആയിരിക്കും അല്ലേ? സോ സ്വാഭാവികമായിട്ടും അടുത്ത യൂണിറ്റിലേക്ക് വരുമ്പോൾ അവിടെയുള്ള എഫിഷ്യൻസി എത്രയാണ്? റെഡി ആയിട്ടുള്ള എഫിഷ്യൻസി എത്ര ആയിരിക്കും? 5ാമത്തെ മണിക്കൂറിൽ 14. ഇനി തീരാനുള്ള വർക്ക് എത്രയാണ്? 14. സോ ടൈം എത്ര ആയിരിക്കും? ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. ഇനിയും ചെയ്യാനുള്ള വർക്ക് 14, കയ്യിലുള്ള എഫിഷ്യൻസി 14. അപ്പോൾ എത്ര മണിക്കൂറൂടെ വേണം? 1 മണിക്കൂർ. സോ ചോദ്യം എന്താ? ടോട്ടൽ എത്ര ടൈം വേണം നമുക്ക്? എയും ബിയും ഇവരെല്ലാവരുടെ മാറി ആദ്യത്തെ 4 മണിക്കൂർ കൊണ്ട് എത്ര ചെയ്തായിരുന്നു നമ്മൾ? 76 ചെയ്തു. പിന്നെ 1 മണിക്കൂറോടെ എടുത്തില്ലേ? സോ ആകെ 4 + 1 എത്ര മണിക്കൂർ? 5 മണിക്കൂർ, 5 hours. എങ്ങനെ ഈ 4 + 1 കിട്ടിയത്? ഇതാണ് 4 മണിക്കൂർ കൊണ്ട് 76 തീർത്തു. 5ാമത്തെ മണിക്കൂറിൽ 14 ചെയ്ത് തീർത്തു. അപ്പം 4 1 5 മണിക്കൂർ. സോ ആൻസർ എത്രയാണ്? 5 hours. ശരിയാണോ? യെസ്. സോ ആൻസർ 5 മണിക്കൂർ. അടുത്ത ചോദ്യം, ഐ സ്പെൻഡ് 25% ഓഫ് മൈ സാലറി ഓൺ റെൻറ്റ്, 20% ഓഫ് മൈ സാലറി ഓൺ ട്രാൻസ്പോർട്ട്, 40% ഓഫ് ദ റിമൈനിങ് സാലറി ഓൺ ഗ്രോസറീസ് ആൻഡ് സേവ്സ് ദ റിമൈനിങ് പാർട്ട് വിച്ച് ഈസ് 16,500. അല്ലേ? വിച്ച് ഈസ് 16,500. വാട്ട് ഈസ് മൈ സാലറി? സോ ഒരുത്തൻ അവൻ്റെ എക്സ്പെൻഡിച്ചറൊക്കെ പറയുവാണ്. എത്രയാണ്? ഐ സ്പെൻഡ് 25% സാലറി ഓൺ റെൻറ്റ്. അപ്പം ഇവന് ആകെ കിട്ടുന്ന ഇൻകം നമുക്കറിയത്തില്ല. ഇവൻ്റെ ഇൻകം നമുക്കറിയത്തില്ല. നമ്മളത് 100% എടുക്കുന്നു. ഇനി ഇവൻ്റെ എക്സ്പെൻഡിച്ചറൊക്കെ പറയുകയാണ്. എത്രയൊക്കെയാണ്? റെൻറ്റിന് വേണ്ടിയിട്ട് 20% റെൻറ്റ്, അല്ല 25% റെൻറ്റ്, 25% റെൻറ്റ്, 20% ട്രാൻസ്പോർട്ട് 20%. ഇത് രണ്ടും ഉള്ളതെന്ന് തോന്നുന്നു. 40% ഓഫ് ദ റിമൈനിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ആയപ്പോൾ എത്രയായി? 45%. അപ്പം ഇൻകത്തിനകത്തിൽ നിന്ന് ഇവൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 45. അപ്പോൾ ബാലൻസ് എത്ര ഉണ്ടാവും? 100 രൂപയിൽ നിന്ന് 45 ചിലവാക്കി ബാലൻസ് എത്ര ഉണ്ടാവും? 55 അല്ലേ?
ഇനി എന്താണ് 40% ഓഫ് ദ റിമൈനിങ് സാലറി ഓൺ ഗ്രോസറീസ്. അപ്പം ഇതിന് 40 അങ്ങ് കുറയ്ക്കരുത്. 40% ഓഫ് ദ റിമൈനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവനപ്പോൾ ഗ്രോസറീസിന് വേണ്ടി ചിലവാക്കിയത് 55-ന്റെ 40%. 55-ന്റെ 40% എന്തിനു വേണ്ടി ചിലവാക്കി? ഗ്രോസറീസിന് വേണ്ടി ചിലവാക്കി. അപ്പം ഇവൻ്റെ കയ്യിൽ ഇനി ബാക്കി ആകെ 55 ബാക്കി ഉണ്ടായിരുന്നത്. അതിൽ 40% എന്തിനു വേണ്ടി ചിലവാക്കി? ഗ്രോസറിക്ക് വേണ്ടി ചിലവാക്കി. സോ ഇവന് സേവ് ചെയ്യാൻ പറ്റുന്ന എത്ര ആയിരിക്കും? ഇവൻ്റെ കയ്യിൽ ഇനി ബാക്കി വരുന്നത് എത്ര ആയിരിക്കും? 55-ന്റെ 60% ആയിരിക്കും. 55-ന്റെ 60%. സോ 55-ന്റെ 60% നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ 2, 11, 3, 33%. അപ്പോൾ ആ 33% ആയിരിക്കും ഇവൻ്റെ സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ സേവിങ്സ് എത്രയായിരിക്കും? 33%. അത് തന്നിട്ടുണ്ടോ? ഉണ്ട്, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര സേവ് ചെയ്യുന്നതെന്ന്? 16,500. സോ 33% 16,500. അപ്പോൾ 1% എത്ര ആയിരിക്കും? 16,500 ഡിവൈഡഡ് ബൈ 33. 33 5 പ്രാവശ്യം ആകുമ്പോഴാണ്. സോ എത്ര കിട്ടും? 1% 500 എന്ന് കിട്ടും. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് ഈസ് ഹിസ് സാലറി? സാലറി ഇൻകം അതിനെ നമ്മൾ എത്ര ആയിട്ട് എടുത്തിരിക്കുന്നത്? 100% എടുത്തിരിക്കുന്നത്. സോ 1% 500 സോ 100% എത്ര ആയിരിക്കും? 1% 500 ആണെങ്കിൽ 500 × 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതായത് 500-ൻ്റെ അപ്പുറത്ത് 2 0 50,000. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ 50,000. ശരിയാണോ? യെസ്, 50,000 രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ അടുത്ത ചോദ്യം നോക്കാം. എ ഷോപ്കീപ്പർ marked a product 40% above cost price and sold the product 3,780 by giving a discount of 10%, the profit percentage of the shopkeeper. So ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ എമൗണ്ട് തരുന്നത്. ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് വാല്യൂ അല്ലേ? പെർസെൻറ്റേജ് വാല്യൂ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ അവിടുത്തെ റിയൽ വാല്യൂ എടുക്കണ്ട, അല്ലാതെ വെറും പെർസെൻറ്റേജ് മാത്രം എടുത്താൽ മതി. അതായത് ഇത്രയേ ഉള്ളൂ. എ ഷോപ്പ് കീപ്പർ മാർക്ക്ഡ് ദ പ്രോഡക്റ്റ് 40% എബവ് കോസ്റ്റ് പ്രൈസ്. സോ കോസ്റ്റ് പ്രൈസ് എത്ര? 100% അല്ലേ? മാർക്ക്ഡ് പ്രൈസ് എത്ര ആയിരിക്കും? 40% കൂട്ടി വിറ്റു. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് എത്ര? 140. അതായത് 100 രൂപയുടെ സാധനത്തിൻ്റെ പുറത്ത് അയാൾ 140 എഴുതി വെച്ചു. ഓക്കെ. ആൻഡ് സോൾഡ് ദ പ്രോഡക്റ്റ് എത്രയോ വിലയ്ക്ക് വിറ്റു, ഗിവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 140 രൂപയുടെ സാധനം 10% വില കുറച്ച് വിറ്റു, അതായത് ഡിസ്കൗണ്ട് കൊടുത്ത് വിറ്റു. 10% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 140-ന്റെ 90% ആയിരിക്കും. 140-ന്റെ 90%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 9 126%. അതായത് ലാഭം എത്ര എന്നാണ് ചോദ്യം. അയാൾക്ക് കിട്ടുന്ന ലാഭം എത്ര? 100 രൂപയുടെ സാധനം 126 രൂപയ്ക്ക് വിറ്റാൽ എത്ര ശതമാനം ലാഭം കിട്ടും? 100 രൂപയുടെ സാധനം 126 രൂപയ്ക്ക് വിറ്റാൽ എത്ര ശതമാനം ലാഭം കിട്ടും? 26% ലാഭം അല്ലേ? അതോ ഇങ്ങനെ എഴുതണോ? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പം 126 മൈനസ് 100 എത്ര കിട്ടും? 26% എന്ന് കിട്ടും. സോ അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ പ്രോഫിറ്റ് കിട്ടി. ഇനിയും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പ്രോഫിറ്റ് 26, കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100 ഇൻറ്റു 100. ഒരു കാര്യവുമില്ല, 26 തന്നെ കിട്ടും. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. 100 രൂപയുടെ സാധനം 126 വിറ്റാൽ 26% ലാഭം കിട്ടുമെന്ന് മനസ്സിലാക്കിയിരിക്കും. അടുത്ത ചോദ്യം. A boatman rows 15 km in 15 minutes along the stream and 10 km in 1 hour against the stream. Find the speed of the boat in still water. അതായത് ബോട്ട്മാൻ റോസ് 15 km in 15 minutes. ഈ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള നിങ്ങൾ കണ്ടു നോക്കണേ. അതായത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാൻ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബേസ് ടോപ്പിക്കുകളിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ പോസ് ചെയ്തിട്ട് പോയി നമ്മുടെ QA ഫുൾ ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ടോപ്പിക്കുകളെല്ലാം അതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. എങ്കിലേ അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടത്തുള്ളൂ. അതായത് ഒരു ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാനുള്ള സമയം കാണത്തില്ല. അതുകൊണ്ട് അതൊന്ന് നോക്കുക. സോ എ ബോട്ട്മാൻ റോസ് 15 km in 15 minutes. 15 km in 15 minutes എന്ന് പറയുമ്പോൾ 1 മിനിറ്റിൽ 1 കിലോമീറ്റർ എന്നല്ലേ? അപ്പോൾ 60 മിനിറ്റിൽ 60 കിലോമീറ്റർ നോക്കിക്കേ. 15 മിനിറ്റിൽ
15 കിലോമീറ്റർ. അപ്പോൾ 1 മിനിറ്റിൽ 1 കിലോമീറ്റർ, 60 മിനിറ്റിൽ 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു 60 മിനിറ്റിൽ 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്റർ പെർ അവർ എന്നല്ലേ. സോ സ്പീഡ് എത്ര? 60 കിലോമീറ്റർ പെർ അവർ. എന്ത് സ്പീഡാണിത്? എലോങ് ദ സ്ട്രീം. എലോങ് ദ സ്ട്രീമിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡൗൺ സ്ട്രീം സ്പീഡ് എന്നാണ്. ഇനി 10 കിലോമീറ്റർ ഇൻ 1 അവർ. അപ്പോൾ 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 10 കിലോമീറ്റർ പെർ അവർ. അതെന്താണ്? എഗെയിൻസ്റ്റ് ദ സ്ട്രീം. എഗെയിൻസ്റ്റ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സ്പീഡാണ്. അപ്സ്ട്രീം സ്പീഡ് എത്രയാണ്? 10 കിലോമീറ്റർ പെർ അവർ. സോ നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡും കിട്ടി, അപ്സ്ട്രീം സ്പീഡും കിട്ടി. ഡൗൺ സ്ട്രീം സ്പീഡും അപ്സ്ട്രീം സ്പീഡും കിട്ടിയാൽ ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൗൺ സ്ട്രീം പ്ലസ് അപ്സ്ട്രീം ഡിവൈഡഡ് ബൈ 2. ഡൗൺ സ്ട്രീം സ്പീഡും അപ്സ്ട്രീം സ്പീഡും അറിയാമെങ്കിൽ 2 കാര്യങ്ങൾ പഠിച്ചോണം. ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ഡൗൺ സ്ട്രീം സ്പീഡും അപ്സ്ട്രീം സ്പീഡും നിങ്ങൾക്ക് അറിയാമെങ്കിൽ 2 കാര്യങ്ങൾ പഠിച്ചു വെച്ചോണം. ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം പ്ലസ് അപ്സ്ട്രീം ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അതേപോലെ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം മൈനസ് അപ്സ്ട്രീം ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബോട്ടിൻ്റെ സ്പീഡാണ്. സോ ഡൗൺ സ്ട്രീം പ്ലസ് അപ്സ്ട്രീം ഡിവൈഡഡ് ബൈ 2. സോ 60 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 2, 70 ഡിവൈഡഡ് ബൈ 2, 35 കിലോമീറ്റർ പെർ അവർ. സോ ദി ആൻസർ ഇസ് 35 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ബി. ശരിയാണോ? യെസ്. സോ അടുത്ത ചോദ്യം. The present age of Rahim is 5 times the present age of his daughter Savita. 7 years from now, Rahim will be 3 times as old as Savita. 2 പേരുടെ വയസ്സ് തമ്മിൽ ഇപ്പോഴത്തെ ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ റേഷ്യോ ഇത്ര ആണെന്ന് പറയുവാണെങ്കിൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കോ. ഇപ്പോൾ ആദ്യം ഈ ചോദ്യത്തിനകത്തിൽ റഹീമും റഹീമിൻ്റെ മകൾ സവിതയും തമ്മിലുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. സോ പ്രസൻറ്റ് റേഷ്യോ എടുത്ത് എഴുതുക. പ്രസൻറ്റ് റേഷ്യോ എത്ര പറഞ്ഞിരിക്കുന്നത്? 5 ടൈംസ് ദ പ്രസൻറ്റേജ് ഓഫ് ഡോട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 5:1. ഇനി 7 വർഷം കൂടെ കഴിയുമ്പോൾ അവരുടെ റേഷ്യോ എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? റഹീം വിൽ ബി 3 ടൈംസ് ആസ് ഓൾഡ് ആസ് സവിത എന്ന് പറയുമ്പോൾ എത്രയാണ്? 3:1. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഈ 2 ടൈം പീരീഡും തമ്മിലുള്ള ഗ്യാപ്പ് എടുക്കുക. എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? 7 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അല്ലെങ്കിൽ വ്യത്യാസം കോമൺ ആയിട്ട് വരുന്ന ചേഞ്ച് എത്രയാണോ അതെടുത്ത് എഴുതുക. 7. സോ 7 ഇൻറ്റു നമുക്കൊരു പ്രസൻറ്റ് റേഷ്യോയും കാണും, അതല്ലാത്തൊരു റേഷ്യോയും കാണും. പ്രസൻറ്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോൻ്റെ ഡിഫറൻസ് എടുക്കുക. 3-ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 2. ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് പറയും? ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് എന്നൊക്കെ പറയും. അതായത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5. 5-നെ 1 കൊണ്ട് ഗുണിക്കുക 5. 3-നെ 1 കൊണ്ട് ഗുണിക്കുക 3. സോ അത് തമ്മിലുള്ള വ്യത്യാസം വലുതിന് ചെറുത് കുറച്ച് അങ്ങ് എടുത്താൽ മതി. 5-ൽ നിന്ന് 3 പോയാൽ എത്ര കിട്ടും? 2. സോ അതിനെ അതുകൊണ്ട് ഹരിക്കുക. സോ ഈ രണ്ടും അങ്ങ് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അതായത് ഈ 7 കൊണ്ട് പ്രസൻറ്റ് റേഷ്യോയിലിട്ട് ഗുണിച്ചാൽ അവരുടെ വയസ്സ് കിട്ടും. അതായത് റഹീമിൻ്റെയും സവിതയുടെയും വയസ്സ് 5:1 അല്ലേ. സോ 2-നെ എന്ത് ചെയ്യുക? 7 കൊണ്ട് അങ്ങ് ഗുണിക്കുക. അപ്പോൾ 5 × 7 35 വയസ്സ് റഹീമിനും സവിതയ്ക്ക് 7 വയസ്സ്. ഇവിടെ 6 വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസൻറ്റേജ് ഓഫ് റഹീം എത്ര ആയിരിക്കും? 35. ഓപ്ഷൻ ബി. യെസ്. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് വയസ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം. ദ സം ഓഫ് 3 നമ്പേഴ്സ് ഈസ് 370. The first number is 1/4 of the third number and the ratio of the second number to the third number is 3:5. Find the third number. Okay, so നമുക്ക് 3 നമ്പർ ഉണ്ട്. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ and we have a third number. Sum of 3 numbers 370. അതായത് ഈ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 370 എന്ന് കിട്ടും. ഓക്കെ ആണോ? അതെ. ഫസ്റ്റ് നമ്പർ ഈസ് 1/4 ഓഫ് ദ തേർഡ് നമ്പർ. സോ ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും തമ്മിലുള്ള കാര്യം പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നമ്പർ ഈസ് 1/4 ഓഫ് ദ തേർഡ് നമ്പർ. ഓക്കെ. സോ തേർഡ് നമ്പർ 1 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ 1/4 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്പർ ഈസ് 1/4 ഓഫ് തേർഡ് നമ്പർ. സോ റേഷ്യോ ഈക്വൽ ആക്കാൻ ഇവിടെ 4 കൊണ്ട് ഗുണിക്കും, ഇവിടെ 4 കൊണ്ട് ഗുണിക്കും. കാരണം റേഷ്യോയിൽ ഫ്രാക്ഷനും ഡെസിമലും ഒന്നും പാടില്ല. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 1:4 എന്ന് കിട്ടും. ഓക്കെ. സോ ഫസ്റ്റ് നമ്പർ 1 ആണെങ്കിൽ തേർഡ് നമ്പർ 4 ആയിരിക്കും. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആൻഡ് ദ റേഷ്യോ ഓഫ് സെക്കൻഡ് നമ്പർ ടു ദ തേർഡ് നമ്പർ.
ഓക്കെ, സെക്കൻഡ് നമ്പർ ടു ദ തേർഡ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3:5 ആണ് സെക്കൻഡും തേർഡും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നേരെയാക്കി എടുക്കണം. അപ്പോൾ റേഷ്യോ കമ്പൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നാൽ പറ്റത്തില്ല. ആദ്യം രണ്ട് നമ്പറും പിന്നെ 2 നമ്പറും അങ്ങനെ വേണം നമുക്ക് എഴുതാനായിട്ട്. സോ ഞാനിതിനെ തിരിച്ചെഴുതാൻ പോവുകയാണ്. റേഷ്യോ കമ്പൈൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതാ ഇങ്ങനെ എഴുതാൻ പോവുക. 2:3. അപ്പോൾ നമുക്കത് അടുപ്പിച്ചെഴുതാം. പിന്നെ 3:1 ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ 2:3 എത്ര? 2:3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3:5. 3:5. ഇനി ഫസ്റ്റ് ശ്രദ്ധിക്കണേ, റേഷ്യോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെഴുതണം. നമുക്ക് 1:3 ആണ് 1:4 കിട്ടിയത്. പക്ഷേ ഇവിടെ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് 3:1 ആണ്. നേരെ തിരിച്ചെഴുതണം. അതായത് 3ൻ്റെ താഴെ 3ൻ്റെ വാല്യൂ വരണം. എത്ര വരണം? 4 വരണം. ഇവിടെ 1 വരണം. യെസ്. സോ ഇനി റേഷ്യോ കമ്പൈൻ ചെയ്യാം. എങ്ങനെ റേഷ്യോ കമ്പൈൻ ചെയ്യുന്നത്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിൽ വളരെ വിശദമായിട്ട് നമ്മളിതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സോ വേക്കൻ്റ് ആയി കിടക്കുന്ന പ്ലേസിലൊക്കെ ഓരോ വട്ടം വരയ്ക്കുക. എന്നിട്ട് ഈ കിടക്കുന്ന നമ്പർ എടുത്ത് ഇങ്ങോട്ട് എഴുതുക 5. ഈ കിടക്കുന്ന നമ്പർ എടുത്ത് ഇങ്ങോട്ട് എഴുതുക 4. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12, 5 × 4 20, 5 × 1 5 അല്ലേ? യെസ്. സോ നമുക്ക് റേഷ്യോ കിട്ടി. 3 നമ്പറും തമ്മിലുള്ള റേഷ്യോ കിട്ടി. 1:2, 2:3. 3 നമ്പറും തമ്മിലുള്ള റേഷ്യോ കിട്ടി. 12:20:25. 12:20:25. അപ്പോൾ ഈ 12:20:25 എന്ന റേഷ്യോ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ എന്താ വേണ്ടേ? റേഷ്യോ ഓഫ് ദ സെക്കൻഡ് നമ്പർ ടു ദ തേർഡ് നമ്പർ. റേഷ്യോ ഓഫ് സെക്കൻഡ് നമ്പർ ടു തേർഡ് നമ്പർ. രണ്ടാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും ഫൈൻഡ് ദ തേർഡ് നമ്പർ. ചോദ്യം ഫൈൻഡ് ദ തേർഡ് നമ്പർ. മൂന്നാമത്തെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മൊത്തം എത്രയാണ്? എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 370 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടിയാൽ 370 കിട്ടും. സോ നമുക്ക് തേർഡ് നമ്പറാണ് വേണ്ടത്. ഞാനിവിടെ എഴുതിയതിനകത്തിലൊരു തെറ്റുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ റേഷ്യോ എഴുതിയപ്പോൾ 1:2 നോക്കിക്കോ. 1:2 ഞാനത് ഓർക്കാതെയാണ് എഴുതിയത്. പക്ഷേ ഇവിടെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ? 5. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏതാ? 12 അല്ലേ? 5:12. തേർഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? 20 അല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് 1:2 റേഷ്യോ കറക്റ്റ് ആയത്. നേരത്തെ നമ്മൾ എഴുതിയപ്പോൾ ഈ എഴുതിയേക്കുന്ന ആ ഓർഡറിൽ തന്നെ എടുത്തങ്ങ് എഴുതി. അതാണ് പറ്റിപ്പോയത്. അങ്ങനെ എഴുതരുത്. റേഷ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കണം. തേർഡ് ഏതാണ്, സെക്കൻഡ് ഏതാണ്, ഫസ്റ്റ് ഏതാണെന്നുള്ള ബോധം ഉണ്ടായാലും മതി. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തേർഡ് നമ്പറാണ്. സോ തേർഡ് നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? എല്ലാം കൂടെ 370 ആണ്. ഇൻറ്റു തേർഡ് നമ്പറിൻ്റെ റേഷ്യോ എത്രയാണ്? ഇതല്ലേ? സോ 20 ഡിവൈഡഡ് ബൈ റേഷ്യോ എല്ലാം കൂടെ കൂട്ടുക. 20, 12, 32, 5, 37. സോ 37 370 കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10. 10 × 20 എത്ര മക്കളെ? 200. സോ 200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? എക്സാക്ട്ലി 200. യെസ്. അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ ക്ലാസ് കൊണ്ട് ഡിസ്കസ് ചെയ്തത്. സോ 10 ചോദ്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 10 ചോദ്യങ്ങളൊന്നും ആകുന്നില്ല എന്നെനിക്കറിയാം. സോ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സോ നമ്മുടെ ആപ്ലിക്കേഷനിൽ ധാരാളം ഇതിനുവേണ്ടി ഒരു പ്രത്യേക കോഴ്സ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പരീക്ഷ ഒരു സെപ്റ്റംബർ മാസമൊക്കെ കഴിഞ്ഞേ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിൽ കുറേ അധികം കണ്ടൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ധാരാളം വീഡിയോ ലെസൺസ് അതിൽ വരാനുമുണ്ട്. സോ RPFൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് തന്നെ ആ കോഴ്സിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. ധാരാളം എക്സാമുകൾ അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇതേപോലെയുള്ള ധാരാളം ചോദ്യങ്ങൾ സ്വന്തമായി കണ്ടെത്തി ചെയ്ത് പഠിക്കാനായിട്ടും ഒന്ന് ശ്രമിക്കുക. സോ ഇതേപോലെയുള്ള എനിക്ക് തോന്നുന്നു കുറേ അധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് RPFൻ്റെ എക്സാമിന് വേണ്ടിയിട്ട്. 4-5 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മുടെ ചാനലിൽ ഈ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. സോ അതെല്ലാം കണ്ടു നോക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിലൂടെ കാണാം.